ധാരാളം ഗുണങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വെജിറ്റബിളാണ് ഈ ഒരു ചയോട്ടെ അല്ലെങ്കിൽ സ്ക്വാഷ് അല്ലെങ്കിൽ ചൗചോ എന്നറിയപ്പെടുന്ന ഈ ഒരു വെജിറ്റബിൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത്. ഇതും നമ്മൾ ചെറുപയറും കൂടെ ചേർത്താണ് തോരൻ തയ്യാറാക്കുന്നത്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ ഒരു തോരൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ വായോ നമുക്ക് ഈ ഒരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചൗചോ, അതായത് നമ്മുടെ നാട്ടിൽ ചൗചോ എന്നറിയപ്പെടുന്ന ഈ ഒരു വെജിറ്റബിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുറമേ ഉള്ള സ്കിന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഒരു പീലർ വെച്ചോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചോ നമുക്കിത് പീല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ ആ ഒരു മേൽഭാഗം അടിഭാഗം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം. ചെത്തിയെടുത്തതിന് ശേഷം പീലർ ഉപയോഗിച്ച് ഞാനിവിടെ ആ ഒരു സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചൗചോവിൻ്റെ ആ ഒരു സ്കിൻസ് എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുവിൽ ഒരു സീഡ് കാണപ്പെടും കേട്ടോ. അതാ നോക്കിക്കോളൂ, ഒരു വൈറ്റ് പാർട്ട് കാണുന്നില്ലേ, അത് അതിൻ്റെ സീഡാണ്. അത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊത്തി അരിഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിയുന്ന അതേ സെയിം രീതിയിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പർ യൂസ് ചെയ്ത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല നൈസായിട്ട് നമ്മൾ ക്യാബേജ് തോരനൊക്കെ അരിയുന്ന രീതിയിൽ തന്നെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. ഞാനത് ജസ്റ്റ് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് ഒരു 4 to 5 ടേബിൾ സ്പൂണ്, അതായത് 2 പിടി ഫ്രഷായിട്ട് ചിരിക്കുന്ന നാളികേരം, എരിവിൻ്റെ അനുസരിച്ച് കാന്താരി മുളകും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം അതേ സെയിം പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഞാൻ ഇവിടെ 1/2 കപ്പ് ചെറുപയർ ഒന്ന് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നിടം വരെ ഏകദേശം ഈ ഒരു പരുവത്തിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ തോരൻ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് അരി ഒന്ന് ചേർത്ത് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ് അരി ചേർക്കുമ്പോൾ, അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും അരിയും ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു ചൗചോവോ ആ ഒരു നാളികേരം കൂടെ ചേർക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടി എല്ലായിടത്തും യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുപയർ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്തോളൂ കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ഒരു ചൗചോ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു ചൗചോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന, ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ചെറുപയർ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടെ യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ക്യാബേജോറിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ചെറുപയർ ചേർത്ത് തയ്യാറാക്കുന്ന രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഞാൻ വീണ്ടും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു ചൗചോവും ആ ഒരു ചെറുപയറും കൂടെ ചേർത്തുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു ചൗചോവിന് തന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് ലോസിനൊക്കെ നല്ല ഒരു വെജിറ്റബിളാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ. അപ്പം ചെറുപയറും കൂടെ ഉള്ളപ്പം നല്ല ഹെൽത്തിയാണ് ഈ ഒരു തോരൻ. അപ്പം വെറുതെ ജസ്റ്റ് നമുക്ക് ചോറൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു തോരൻ മാത്രം കഴിച്ചാൽ മതി. നല്ല ഹെൽത്തിന് ബെനിഫിറ്റാണ്. അപ്പം എല്ലാവരും ഈ ഒരു ചൗചോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല റെസിപ്പിക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഷെയറും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.